ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇത് ചമ്മണാമ്പതിൽ ഞാൻ പോണ അമ്പലമാണ് കേട്ടോ. ഇന്ന് രാത്രിയാണ് പോവാറ്. രാത്രി പോകുമ്പോൾ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റില്ല, നിറയെ ലൈറ്റ് ഇട്ടും. അപ്പോൾ പിന്നെ എനിക്ക് ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് ഇത് കാണിക്കാൻ പറ്റില്ല. ഈ അമ്പലത്തിലാണ് കേട്ടോ ഞാൻ പോവുക. ഇവിടെ എല്ലാ ദേവന്മാരും ഒക്കെ ഉണ്ട്. അപ്പോൾ അവിടെ തൊഴുതിട്ട് കാലത്ത് വരും. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ബേക്കറി തുടങ്ങിയോ സംശയമുണ്ടോ നിങ്ങൾക്ക്? ആ, അതുപോലെ ഇന്നത്തെ ഒരു ദിവസം ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. തിരക്കെന്ന് പറഞ്ഞാൽ ഒരു വിരുന്നുകാരനും ഉണ്ടായിരുന്നു. കണ്ണൻ്റെ കൂട്ടുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഊണും കൊടുക്കണമായിരുന്നു. അതിൻ്റെ ഇടയിൽ ഞാൻ എന്തെല്ലാം ചെയ്തു എന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. അപ്പം ഞാനിപ്പോൾ ബിസ്ക്കറ്റ് ഉണ്ടാക്കാൻ പോവാം. ബിസ്ക്കറ്റ് ഉണ്ടാക്കാനായിട്ട് ഹെൽത്തി ആയിട്ടുള്ളത്, ഇപ്പം ഞങ്ങളിപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണല്ലോ, 55 വയസ്സ് കഴിഞ്ഞ ആൾക്കാരാണ്. അപ്പോൾ അതിനനുസരിച്ച കാര്യങ്ങളല്ലേ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ റാഗി കൊണ്ടുള്ള ബിസ്ക്കറ്റാണ് തയ്യാറാക്കുന്നത്. 2 കപ്പ് റാഗി പൊടി എടുത്തിട്ടുണ്ട്, പൗഡർ. അത് എടുത്തിട്ട് ഇനി അതിലേക്ക് കുറച്ച് നട്ട്സ് നമ്മളുടെ കയ്യിൽ എന്തിട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അതൊക്കെ എടുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ ആ ബദാമൊന്നും ബിസ്ക്കറ്റിൽ കടിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരട്ടെ കേട്ടോ. അപ്പോൾ ഈ റാഗിയിൽ നമ്മൾക്ക് എല്ലാ പോഷകങ്ങളും ഉണ്ടെന്നല്ലേ പറയണത്, അല്ല എല്ലാവർക്കും അറിയാമല്ലോ. നല്ല ഒരു ഫുഡാണ് കേട്ടോ. റാഗി കൊണ്ട് നമ്മളിപ്പോൾ പൂരി, ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. റാഗി പിന്നെന്താണെന്ന് വെച്ചാൽ വിശപ്പുണ്ടാവില്ല നമുക്ക് റാഗി കഴിക്കുമ്പോൾ. അങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട് കേട്ടോ. പിന്നെ അയൺ കണ്ടൻറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ കഴിക്കുന്നത്. അപ്പോൾ പിന്നെ ഈ ബോണിനൊക്കെ നല്ലതാണ്. അപ്പോൾ പ്രായമായി വരുന്നതോറും നമ്മൾക്ക് ഈ റാഗി കുറച്ച് കഴിക്കണമൊക്കെ നല്ലതാണ്. ഡെയിലി ഒരു എപ്പോഴെങ്കിലും കുറച്ച് കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇത് ബിസ്ക്കറ്റാക്കി നമ്മൾ വെച്ച് കഴിഞ്ഞാലേ ചായക്കൊക്കെ കടി വേണമല്ലോ, ചായക്കായ്ക്ക് എന്തെങ്കിലും ഒരു സ്നാക്സ് വേണമല്ലോ. അപ്പോൾ അതിനായിട്ട് എടുക്കാം. അപ്പോൾ ഇത് ശർക്കര പൊടിച്ചത് ഒരു 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. 3/4 കപ്പ് പോരെ, ശരിക്കും നല്ല മധുരമുള്ളവർക്കാണ് വേണ്ടവർക്ക് 1.5 കപ്പ് എടുക്കാം പൊടിച്ചിട്ട് കേട്ടോ. അപ്പോൾ അതല്ലെങ്കിൽ പഞ്ചസാര എടുത്താലും കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എന്നിട്ട് എന്താ വേണ്ടേ, എന്നിട്ട് നെയ്യ് നന്നായിട്ട് ചൂടാക്കുക. 1 കപ്പ് നെയ്യ് തന്നെ എടുക്കുക നിറയെ. എന്നിട്ട് അത് ചൂടാക്കിയിട്ട് ഇതിലൊഴിച്ചിട്ട് ഇളക്കുക. എന്നിട്ട് നമ്മളുടെ കയ്യിൽ വല്ല മോൾഡൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ കറക്റ്റായിട്ട് റൗണ്ട് ഷേപ്പിലോ ഏതെങ്കിലും ഷേപ്പിൽ ക്ലേവർ അങ്ങനെയൊക്കെയുള്ള ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കിട്ടും. അപ്പോൾ മോൾഡൊക്കെ നമുക്ക് ഇപ്പോൾ ധാരാളം കിട്ടുമല്ലോ. ഏതെങ്കിലുമൊക്കെ നമുക്ക് വീട്ടിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയിലുണ്ടാക്കാം. അപ്പോൾ ഇങ്ങനെ എല്ലാം മോൾഡിൽ വെച്ചിട്ട് ഞാൻ പ്രസ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ സ്മെല്ലിന് വേണമെങ്കിൽ ഏലക്കായ കൂട്ടാം, വാനില എസൻസ് കൂട്ടാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊന്നും ചേർത്തിട്ടില്ല. ഇനി ഇത് ഇങ്ങനെ ഒന്നും പ്രസ് ചെയ്ത് എല്ലാം വയ്ക്കുക. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് ഇനി ബേക്ക് ചെയ്യാൻ വേണ്ടോ, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മൾക്ക് എവിടെയെങ്കിലും ഇരുന്നിട്ട് ചെയ്യാവുന്ന കാര്യമാണ്, നിന്നിട്ട് ചെയ്യണ്ട. ഇപ്പോൾ പ്രായമായി വരുമ്പോൾ നമുക്ക് കുറേ നേരം നിൽക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് ചെയ്താൽ മതി. അപ്പോൾ അതെ മോൾഡ് ഇതാണ് കേട്ടോ, റൗണ്ടിലുള്ള ഒരു സ്റ്റീലിൻ്റെ ഒരു മോൾഡ്. അത് ചെറുതാകുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ റൗണ്ട് എടുത്തത്. അപ്പോൾ അത് അതെ കണ്ട ഇങ്ങനെ എല്ലാം സെറ്റ് ചെയ്തു. ട്രേയിൽ വെച്ചു, ബേക്ക് ചെയ്യാൻ കയറ്റി വെച്ചു. ഇനി നമ്മളൊന്നും നോക്കണ്ട, കുറച്ച് സമയം കഴിഞ്ഞിട്ട് അതിൻ്റെ സമയം കഴിയുമ്പോൾ നോക്കിയാൽ മതി. ഞാനൊരു 10 മിനിറ്റിന് ആദ്യം വെച്ചു, പിന്നെ ഒരു 2 മിനിറ്റ് കൊണ്ട് പിന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇനി അടുത്തത് 2 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇന്ന് ഫുള്ള് പണിയാണ്. അപ്പോൾ അത് അരിപ്പൊടി എടുത്തു. അതിലേക്ക് 1 കപ്പ് കടലമാവ്, 1 കപ്പ്, 2 കപ്പിന് 1 കപ്പ്. ഇനി ജീരകം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മുറുക്കുണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് മുളക്, നിങ്ങളെല്ലാവരും കണ്ടോ അത്? അരിമുറുക്ക് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. വ്യൂസൊക്കെ വളരെ കുറവാണ് എനിക്ക്. പിന്നെ ദേ കുറച്ച് എള്ള്. ഇനി കുറച്ച് സോസ് ഒരു 4 ടേബിൾ സ്പൂൺ സോസ് ഒഴിക്കുക കേട്ടോ. ടൊമാറ്റോ കെച്ചപ്പായാലും മതി. ഇത് ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാൻ ഒഴിച്ചത്.
പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ വള്ളി പോകേണ്ട സമയമായി. അപ്പോൾ എൻ്റെ അടുത്ത് ഓരോന്ന് ചോദിക്കുന്നത് നാളത്തെ കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഓരോന്ന് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കായം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഇത്തിരിശ് ചൂടുവെള്ളം ഇത്തിരിശ് തെളിച്ചിട്ട് നമ്മളിങ്ങനെ കുഴച്ചെടുക്കാം. ഇതേപോലെ ആവണം. കണ്ടോ, നമുക്ക് സേവനാഴിയിൽ ഇങ്ങനെ പിഴിയാൻ പറ്റുന്ന വിധത്തിൽ കുഴച്ച് വൃത്തിയായിട്ട് എടുക്കണം. കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു വിട്ടാൽ ഞാനിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കറക്റ്റായിട്ട് നമുക്ക് ഏത് അച്ചിലായാലും നമുക്കിങ്ങനെ പിഴിഞ്ഞെടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഉരുളി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളെല്ലാം മിക്സ് ചെയ്ത് വെച്ചാൽ പിന്നെ ഒന്നൊന്നായിട്ടിങ്ങനെ ആ എണ്ണയിൽ തന്നെ ഇങ്ങനെ വറുത്ത് ഇങ്ങനെ എടുക്കാവുന്നേ ഉള്ളൂ. നമ്മൾ വീട്ടാവശ്യത്തിനുള്ള സ്നാക്സൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഒരു ദിവസത്തെ പണിയുള്ളൂ. ഒരു ദിവസത്തിൽ ഫുള്ളും വേണ്ട, ഒരു എന്താ പറയുക, ഒരു 3 മണിക്കൂർ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറേ നാളേക്കുള്ള സ്നാക്സ് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. നല്ല കളറാണ് കേട്ടോ മുറുക്കിന്. പക്ഷേ ഒരു സത്യം ഞാൻ പറയാം കേട്ടോ, ഇന്നാളെ ഞാൻ ഉണ്ടാക്കിയ മുറുക്കുണ്ടല്ലോ, അരിമുറുക്ക്, അത് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ കോഴിമുട്ട ഉടച്ചൊഴിച്ചിട്ടുണ്ടാക്കിയ അത് ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഇങ്ങനെ കോരി അവിടെ മുറത്തിൽ വെച്ചിട്ടുണ്ട്. ഇതാണ് സംഭവം. ശരിക്കും ക്യാമറ കറക്റ്റായിട്ട് എനിക്ക് വെക്കാൻ പറ്റില്ല കേട്ടോ, സോറി. അപ്പോൾ ഞാൻ 3 കപ്പ് അതായത് കപ്പലണ്ടി, 3 കപ്പ് കപ്പലണ്ടി. ഇനി ഇത്തിരി കഴിഞ്ഞിട്ട് കാണാൻ പറ്റൂ കേട്ടോ, നിങ്ങൾ ഇപ്പം ക്ഷമിക്കുക. 3 കപ്പ് കപ്പലണ്ടി ഞാനൊരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ കടലപ്പൊടി എടുക്കുകയാണ്. കടലപ്പൊടി 3 കപ്പിന് 1 2 3 കപ്പ് കടലപ്പൊടി ചേർക്കുക. 3 കപ്പ് കപ്പലണ്ടിക്ക് 3 കപ്പ് കടലപ്പൊടി ചേർക്കുക. കപ്പലണ്ടി എന്ന് പറഞ്ഞാൽ കടല എന്നും പറയും പലരും, ഇപ്പോൾ കപ്പലണ്ടി എന്നും പറയും. പീനട്ടാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഇനി വേണ്ടത് 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ കപ്പലണ്ടി ചേർത്തു, കടലമാവ് ചേർത്തു, ഇനി അരിപ്പൊടിയാണ്. ഒന്നുമല്ല, സ്പൂണ് വെച്ച സ്ഥലം അറിയാണ്ട് ടേബിൾ സ്പൂണ് അത് തപ്പിപ്പോണതാണ്. അപ്പുറത്തേക്ക് പോയാൽ കിട്ടും. പിന്നെ ഇപ്പുറത്ത് ഞാൻ വെച്ചത് എന്നെ തപ്പിപ്പോയതാണ്, ഓർമ്മയുണ്ടാവില്ല വെച്ചതേ. അപ്പം 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഉണ്ടോ, ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് മുളക് പൊടി, എരിവ് കൂട്ടിയും കുറച്ചും എടുക്കാം. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അത് ചേർക്കുക. കാശ്മീരി മുളകല്ല കേട്ടോ, സാധാരണ മുളകാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കായത്തിൻ്റെ പൗഡർ. ഇനി പിന്നെ വേണ്ടത് പെരുംജീരകം. ഇത് നമ്മൾ വീട്ടിലുണ്ടാക്കിയാലുണ്ടല്ലോ, ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നിങ്ങൾ എക്സ്പേർട്ടാവും. പിന്നെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവുന്ന ഒരു സ്നാക്കാണത്. സ്കൂൾ വിട്ട് വരുമ്പോഴായാലും അല്ലെങ്കിലും മഴ പെയ്യുമ്പോൾ ഒരു കട്ടൻ ചായയും കൂട്ടിയിട്ട് കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണ് കേട്ടത്. അതായത് മസാല കപ്പലണ്ടി. അപ്പോൾ ഇത് നമ്മൾ കടയിൽ നിന്നല്ല വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളൂ. വീട്ടിൽ ഉണ്ടാക്കാൻ ഇത് വളരെ എളുപ്പമാണ്. നന്നായിട്ട് തിരുമ്പി കഴിഞ്ഞതിന് ശേഷം ഇത്തിരീശ വെള്ളം തെളിച്ചിട്ട് വേണം അത് നമുക്കിങ്ങനെ കുഴച്ചെടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് പാകമായിട്ടുണ്ട്, അത് മാറ്റി വയ്ക്കാം. ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ വെള്ളം തെളിച്ച് എടുക്കേണ്ടത്. വെള്ളം കൂടരുത്, കൂടിയാൽ പിന്നെ എല്ലാം വ്യത്യാസം വരും. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും വെള്ളം ഒഴിക്കുക. നേരിയ ചൂടുവെള്ളം തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇങ്ങനെ തെളിച്ച് നമ്മളിങ്ങനെ എല്ലാത്തിനും ഇങ്ങനെ കവറിങ് വരുന്ന വിധത്തിന് തിരുമ്പി എടുക്കുക. പറ്റും, അങ്ങനെ തിരുമ്പി നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മൾ കളറൊന്നും ചേർക്കണില്ല കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ചോന്നിരിക്കും, അതിൽ കളർ ചേർത്തിട്ടാട്ടോ. നമ്മൾ കളർ ചേർക്കാതെ നമ്മൾ ഇന്ന് ഉണ്ടാക്കണത്. അപ്പോൾ മുറുക്കുണ്ടാക്കിയ അതേ എണ്ണയിൽ തന്നെയാണ് നമ്മളിത് തയ്യാറാക്കാൻ പോണത്. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. കുറച്ച് നേരം അങ്ങനെ വെച്ചിട്ട് പിന്നെ ഉണ്ടാക്കണം എന്ന് വെച്ചാൽ നല്ലതാട്ടോ. ഞാനിത് അപ്പം തന്നെയാണ് ഇടണത്. ഇനി ഇതേ സമയം ഇളക്കരുത്, ഇത്തിരി കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി.
കുറച്ച് കഴിഞ്ഞിട്ട് ഇളക്കിയാൽ മതി. അപ്പോൾ അത് അതുമ്മേൽ പിടിച്ചിട്ടുണ്ടാവും. ആദ്യം ഇടുന്ന സമയത്ത് നല്ല തീ വേണം, പിന്നെ അത് കഴിഞ്ഞിട്ട് തീ കുറച്ച് വെക്കണം. മുറുക്കുണ്ടാക്കുമ്പോഴായാലും അങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. ഞാൻ അതേ സമയം പറയാനായിട്ട് വിട്ടുപോയി. അപ്പോൾ അതേ ഒന്നിങ്ങി ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും വേവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ശരിക്കും മൊരിഞ്ഞ് വരും. അപ്പോൾ ഏതാണ്ടായിട്ടുണ്ട്, ഇനി കോരി മാറ്റാം. ഇത്രയേ ഉള്ളൂ കാര്യം. ഇതിപ്പോൾ നമുക്ക് കുറേ ദിവസത്തിനുണ്ടാവും ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ കേട്ടോ. വല്ലാണ്ട് കൂടുതലല്ല, വല്ലാണ്ട് കുറവും ഒന്നുമല്ല. ഇത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി. പിന്നെ ഇത് നമുക്കിങ്ങനെ പരത്തി വയ്ക്കാം, ചൂട് ഒന്ന് ആറാൻ വേണ്ടിയിട്ട്. മുറം തന്നെയാണ് ഇതിനൊക്കെ നല്ലത് കേട്ടോ. ഒരെണ്ണം വീട്ടിൽ എപ്പോഴും നല്ലതാണ് മുറം. അപ്പോൾ അതേ അങ്ങനെ പരത്തി വെച്ച് ഞാൻ ഈ മുറം മേടിച്ചിട്ടുള്ളത് പുതിയ കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ്. ഇനി അത് പലരും ചോദിക്കും. നല്ല ഭാര്യ മൊരിഞ്ഞിട്ടുണ്ട്. പുതിയ കാവ് എന്ന് പറയുന്ന സ്ഥലത്ത് വളവിൽ തന്നെ നമുക്ക് ഈ മുറമൊക്കെ കിട്ടുന്ന സ്ഥലം ഉണ്ടാവും. അത് ഓണമാകുമ്പോൾ എല്ലാ കൊല്ലവും കുറേ കൊട്ട, ഇത് കയ്യിൽ കൊട്ട ഒക്കെ വേണം. ഇനി കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ആ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില കുറച്ചധികം തന്നെ അതിലിട്ടിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പി ആവണം കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി നന്നായിട്ട് മൊരിയണം എന്നർത്ഥം. അതിൻ്റെ തൊലിയൊന്നും കളയണ്ട. അത് കഴുകിയിട്ട് ഒന്ന് നന്നായിട്ട് തുടയ്ക്കുക. അതിന് ശേഷം ചതച്ചിട്ട് ഇതിലിട്ടാൽ മതി. ഇതാ കോരി എടുക്കുക. അപ്പം നല്ലൊരു ഫ്ലേവർ വരും. അതിന് വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരാണെന്ന് വെച്ചാൽ അത് ചേർക്കണ്ട, കറിവേപ്പില മാത്രം ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ഇനി വേണ്ടത്, ഇനി ഒരു ട്രിക്കുണ്ട്, അതും കൂടെ കണ്ടോ. അതാരോടും പറയാൻ പാടില്ല കേട്ടോ. അപ്പോൾ നമ്മളൊരു കുഴിക്കരണ്ടി ഉണ്ടല്ലോ, വീട്ടിലുള്ള കുഴിക്കരണ്ടി, അതെടുക്കുക. ഇതൊന്ന് പരത്തി വയ്ക്കട്ടെ കേട്ടോ, എന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പം എന്താ ഇത് മുഴുവൻ ഇങ്ങനെ ഓരോന്നൊക്കെ ഉണ്ടാക്കി വെക്കണെന്ന് ചോദിക്കുന്നുണ്ടാവും. അത് കാര്യം നിങ്ങൾക്ക് പിടികിട്ടും 2 ദിവസം കഴിയുമ്പോൾ എന്താണെന്ന്. അപ്പോൾ അതേ എണ്ണ ചൂടായി കിടക്കുന്ന എണ്ണയിൽ നിന്ന് കുറച്ച് എണ്ണ ഈ കുഴിക്കരണ്ടിയിലേക്ക് എടുക്കുക. കുഴിക്കരണ്ടിയിലേക്ക് ഇപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്നുണ്ട്, നല്ല ചൂടുണ്ട്. അതിലേക്ക് കുത്തുമുളക്, ചതച്ച മുളകുണ്ടല്ലോ, അത് ഇടുക. ഉണക്കമുളക് അത് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മൂത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പ് കൂടി ഇടുക, കുറച്ച് കായത്തിൻ്റെ പൊടി കൂടെ ഇടുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതാണ് സൂത്രം കേട്ടോ. ഇനി ഇത് നമ്മൾക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ കപ്പലിൻ്റെയൊക്കെ നല്ല പാകമായിട്ട് നല്ല ഇതായിട്ട് ഇരിക്കുക. അതിലേക്ക് ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് വെൽ. അപ്പോൾ കറക്റ്റായിട്ട് എല്ലായിടത്തേക്കും ഇതങ്ങോട്ട് എത്തും. ഇനി ഒന്നുമില്ല, നല്ല കട്ടൻ ചായ ഉണ്ടാക്കുക. ശർക്കരയൊക്കെ ഇട്ടിട്ട് കട്ടൻ ചായ ഉണ്ടാക്കിയ ഉഷാറാണ്. എന്നിട്ട് മഴയണെ നോക്കി പുറത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇരുന്ന് കുടിക്കാം. അപ്പോൾ സംഗതി സെറ്റ്, കപ്പലണ്ടിയായി. അപ്പോൾ ഇത് പലതിനും ഉപയോഗിക്കാം കേട്ടോ. നല്ല എരിവൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ഇനി അടുത്തതായിട്ട് നമ്മൾ ഓവണിൽ വെച്ച് ആശാൻ എന്തായി എന്ന് നോക്കണ്ടേ. അത് പാകമായിരിപ്പുണ്ട്. അത് നമ്മൾക്ക് ഇനി കുപ്പിയിലാക്കിയിട്ട് വയ്ക്കാം കണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ഞാനിന്ന് ഉണ്ടാക്കിയെന്ന് നോക്കിയേ. ബിസ്ക്കറ്റ്, മസാല കപ്പലണ്ടി, മുറുക്ക്, നിങ്ങൾ കാണിക്കാത്ത ഒരെണ്ണം കൂടി ഉണ്ട്. കപ്പലണ്ടി തന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ സാധാരണ വറുക്കണ മാതിരി വറുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാനിന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളിതുപോലെ ഒഴിവുള്ള സമയത്ത് ഇങ്ങനെ കുറച്ചുണ്ടാക്കി ഒക്കെ വീട്ടിലിങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തേക്കൊന്നും ഓടണ്ട, നമ്മൾ തന്നെ ഉണ്ടാക്കിയതൊക്കെ അങ്ങോട്ട് കൊടുക്കാം. ഓക്കെ, ബൈ ബൈ, വീണ്ടും കാണാം കേട്ടോ.